wikidonis.com. Truth about tooth. ഹായ്, നിങ്ങൾ തന്നിരിക്കുന്ന വളരെ ഒരു വലിയ വരവേൽപ്പിനായിട്ട് താങ്ക്സ് പറയുന്നു. പല്ല് ഡോക്ടർ എന്നുള്ള ഈ ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അതിന് നല്ലൊരു സബ്സ്ക്രിപ്ഷൻ കിട്ടുവാൻ തക്കവണ്ണം നിങ്ങളെല്ലാവരും സഹായിച്ചു. ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയ ടോപ്പിക്കുകൾ വേണമെങ്കിൽ നിങ്ങളത് ചോദിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി ആ ടോപ്പിക്ക് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ലൈവ് സെഷൻസ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കുറച്ച് സബ്സ്ക്രിപ്ഷൻ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ദന്താശുപത്രി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നല്ല. ഇത് ഡെൻ്റൽ ക്ലിനിക്ക് ചെയ്യുന്നവർ, ഡെൻ്റൽ ക്ലിനിക്കിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ളവർ, അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഉപകാരപ്രദമാണ്. അതുകൊണ്ട് അനേകർക്ക് ഇത് അയച്ചു കൊടുക്കുക. അതിന് മുമ്പ് നിങ്ങളിതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴത്തെ ആ ബെൽ ബട്ടൺ ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഇതുപോലുള്ള വീഡിയോ അല്ലെങ്കിൽ പുതിയ വീഡിയോ നിങ്ങൾ പറയുന്ന വീഡിയോ ഇട്ട് തരാം. അതുകൊണ്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൊക്കെ ഒന്ന് ഞെക്കിയിട്ടാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ സാധിക്കും. അതുകൊണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദന്താശുപത്രി തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് എത്ര സമയം നഷ്ടമാകും. അതുകൊണ്ടാണ് പലപ്പോഴും എല്ലാവരും തന്നെ നോക്കുന്നത് തൊട്ടടുത്തുള്ള ഡെൻ്റൽ ക്ലിനിക്കിൽ പോകാൻ. കാരണം യാത്ര ചെയ്യേണ്ട ആവശ്യം വരില്ലല്ലോ എന്നോർത്താണ് പലപ്പോഴും ഏറ്റവും അടുത്തുള്ള ഡെൻ്റൽ ക്ലിനിക്കിൽ പോവുക എന്നുള്ള ഒരു രീതി. നല്ല കാര്യം തന്നെയാണ്. അടുത്തുള്ള ഡെൻ്റൽ ക്ലിനിക്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പല്ല് ക്ലീൻ ചെയ്യണോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഫില്ലിങ്സോ എന്തെങ്കിലും ചെക്കപ്പ് നടത്താനൊക്കെ അടുത്തുള്ള ക്ലിനിക്കിൽ പോകുന്നത് വളരെ നന്നായിരിക്കും. കാരണം നിങ്ങൾ കൃത്യമായിട്ട് പോകുവാനുള്ള എളുപ്പം അതായിരിക്കും. പക്ഷേ ഒരു വലിയ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ അടുത്തുള്ള ക്ലിനിക്ക് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് അവിടെ ഉണ്ടോ എന്ന് നോക്കണം. ഇപ്പോൾ നിങ്ങൾ സാധാരണഗതിയിൽ നിങ്ങൾക്കറിയാം, നിങ്ങളൊരു പ്രസവത്തിൻ്റെ ഒരു ആവശ്യത്തിനാണ് നിങ്ങളൊരു ക്ലിനിക്കിൽ പോകുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും അടുത്തുള്ള MBBS ഡോക്ടറിനെ നിങ്ങൾ കാണാൻ പോവില്ല എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ പല്ലിന് ഒരു പ്രശ്നമുണ്ടെങ്കിൽ, ഒരു റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഒരു എൻഡോഡോണ്ടിസ്റ്റിനെ തന്നെ കാണാൻ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിന് റൂട്ട് കനാൽ ചെയ്യാൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടറിനെ കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അദ്ദേഹത്തിന് അതിനകത്തുള്ള ഒരു എക്സ്പീരിയൻസും എക്സ്പെർട്ടീസും വളരെ കൂടുതലാണ്. കാര്യം ഡെൻറ്റിസ്ട്രി പഠിച്ച എല്ലാവർക്കും ചെയ്യാൻ പാടില്ല, തീർച്ചയായും ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിന് അതിൻ്റേതായ ഒരു ട്രീറ്റ്മെൻറ്റ് എക്സ്പേർട്ടിൻ്റെ അടുക്ക പോകുന്നത് നിങ്ങളുടെ പല്ല് നന്നായിരിക്കുവാൻ ഏറ്റവും നന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഡോക്ടറിനെ തേടി പോകുന്നതോടൊപ്പം തന്നെ എക്സ്പേർട്സിൻ്റെ അടുത്ത് പോകുന്നത് നന്നായിരിക്കും. പല്ല് കമ്പി ഇടാൻ പോകുമ്പോൾ തീർച്ചയായും ഒരു ഓർത്തഡോണ്ടിസ്റ്റിൻ്റെ അടുക്ക പോകണം. അപ്പോൾ ഇങ്ങനെ അവൈലബിലിറ്റി നോക്കി മാത്രമേ നിങ്ങളൊരു ഡെൻറ്റിസ്റ്റിനെ, അടുത്തുള്ള ഡെൻറ്റിസ്റ്റിൻ്റെ അടുക്ക പോയി നിങ്ങൾക്ക് ചോദിക്കാം. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം ചോദിക്കാം. നിങ്ങളുടെ പരിചയക്കാരനാണെങ്കിൽ തീർച്ചയായും ചോദിക്കാം. പക്ഷേ ട്രീറ്റ്മെൻറ്റിനായി പോകുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു എക്സ്പെർട്ടീസ് ഉള്ള ആളുടെ അടുക്ക പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒന്ന്. രണ്ട്, ഇനി ടൈം ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞു ടൈമാണ് പ്രശ്നം, നിങ്ങൾ എത്ര പ്രാവശ്യം ആ ക്ലിനിക്കിൽ പോകേണ്ടി വരുമെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇപ്പോൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പലയിടത്തും പോകുന്ന 5 പ്രാവശ്യം ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോകണം. പല്ല് കമ്പിയിടാൻ പോകുമ്പോൾ ചിലപ്പോൾ ചില ഡോക്ടർമാർ 1 or 2 പല്ലിൽ എന്തെങ്കിലും ഒരു സാധനം ചെയ്തിട്ട് ഉടനെ തന്നെ പറഞ്ഞു വിടുന്ന ഡോക്ടർമാരുണ്ട്. അപ്പോൾ നിങ്ങൾ പോകുന്നത് പല പ്രാവശ്യം പോകേണ്ടി വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സമയം നഷ്ടം, നമ്മുടെ യാത്രാക്കൂലി നഷ്ടം. ഇപ്പോൾ വണ്ടി ഓടിച്ച് പോകണമെങ്കിൽ പെട്രോളിനൊക്കെ നല്ല ചിലവാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് തന്നെ നിങ്ങളുടെ ചിലവ് കൂടിക്കളയും. അപ്പോൾ കാര്യം ചിലപ്പോൾ കുറച്ച് കാശ് നമുക്കതിന് കുറവാണെന്ന് പറഞ്ഞാലും നമുക്ക് നടപ്പല്ലാണ് കൂട്ടിക്കഴിയുമ്പോൾ നമ്മളുടെ ചിലവ് വളരെയധികം കൂടും. വേറെ ജോലിയോ പഠിത്തമോ ഒന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ പല പ്രാവശ്യം നടന്നു പോകാം. പക്ഷേ നമുക്ക് സ്ഥിരമായിട്ടൊരു ജോലിയോ അല്ലെങ്കിൽ പഠിക്കുന്ന ഒരാളോ പഠിക്കുന്ന കുട്ടിയൊക്കെ ആണെങ്കിൽ പല പ്രാവശ്യം പോകുന്നത് ഒട്ടും നിങ്ങൾക്ക് സൗകര്യമായിരിക്കില്ല. ഒന്ന്. രണ്ട്, ഡോക്ടർ എല്ലായ്പ്പോഴും അവിടെ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുന്നത് നന്നായിരിക്കും. കാരണം പലപ്പോഴും ഒരു ക്ലിനിക്കിൽ ചെന്ന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഡോക്ടർ പലയിടത്തു നിന്നും വരുന്ന ഡോക്ടറായിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ ആ സ്പെഷ്യലിസ്റ്റ് വരുന്ന ഒരു ദിവസമായിരിക്കാം. അപ്പോൾ ആ ദിവസം നിങ്ങൾക്ക് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഒരു മാസം കഴിഞ്ഞോ ചിലപ്പോൾ ഒരു 2 ആഴ്ച കഴിഞ്ഞൊക്കെ ആയിരിക്കും ഡോക്ടർ വരുന്നത്. അത്രയും സമയം പിന്നെയും നമുക്ക് നഷ്ടം വരും. നമ്മുടെ ഇപ്പോൾ ഓരോ പല്ല് കമ്പി ഇടുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. പലപ്പോഴും എൻ്റെ അടുക്ക വന്ന് പറയുന്ന ഒരു കംപ്ലൈൻ്റാണ്, ഒരു ഡോക്ടറിൻ്റെ അടുക്ക ട്രീറ്റ്മെൻറ്റ് തുടങ്ങി, പക്ഷേ ഡോക്ടർ ഒരാഴ്ച ഒരിക്കൽ, ഒരു പ്രാവശ്യം, ഒരു മാസത്തിലൊരിക്കൽ വരുന്നവർ പറയും. അങ്ങനെയുള്ളവർക്കാകുമ്പോൾ ആ സമയത്ത് ആ ക്ലിനിക്കിൽ വരുന്ന ഡോക്ടറെ കാണാൻ വേണ്ടി ആ കൃത്യസമയത്ത് ഈ പേഷ്യൻ്റ് അവിടെ ഉണ്ടാവണം. അപ്പോൾ പേഷ്യൻറ്റും തിരക്കുള്ള ഒരാളാണെങ്കിൽ അത് സാധിക്കാതെ വരും. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം നിങ്ങളൊരു
ക്ലിനിക്ക് തിരഞ്ഞെടുക്കാൻ. കാരണം ആ ക്ലിനിക്കിൽ പല പ്രാവശ്യം വരുന്നുണ്ടെന്ന് പറഞ്ഞാലും ഡോക്ടർ വരുന്നുണ്ടെന്ന് പറഞ്ഞാലും ആ സമയത്ത് നിങ്ങൾ പോയാൽ മാത്രമേ ആ ഡോക്ടറിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചികിത്സ എടുക്കുമ്പോൾ നിങ്ങൾ തിരക്കുള്ള ആളാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഡോക്ടർ സ്ഥിരമായിട്ടുള്ള ഒരു ക്ലിനിക്കിൽ, ഇപ്പോൾ നിങ്ങൾ ഏത് ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും, ഇപ്പോൾ ഞാൻ പല്ല് കമ്പിയിടുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു, കാരണം അതിന് പല പ്രാവശ്യം നമ്മൾ അവിടെ ചെല്ലണം. കാരണം ഓരോ പ്രാവശ്യം ചെന്ന് ടൈറ്റൻ ചെയ്യാൻ വേണ്ടി എല്ലാം ചെല്ലേണ്ട സമയമുണ്ട്. അപ്പോൾ അതിന് പ്രത്യേകിച്ചും ആ ഡോക്ടർ സ്ഥിരമായിട്ടുള്ളൊരു സ്ഥലത്തില്ലാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് അവിടെ ചെല്ലാൻ സാധിക്കും. പക്ഷേ അന്ന് പറഞ്ഞ് നമ്മൾ ഏറ്റവും അടുത്തുള്ളൊരു ചെറിയ ക്ലിനിക്കിൽ പോയി ചെയ്തു കാരണം ഡോക്ടർ അവിടെ ഫുൾ ടൈം ഉണ്ടെന്ന് വിചാരിക്കരുത്. അതിൻ്റെ എക്സ്പെർട്ടിനെ തന്നെ കണ്ട് അത് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും വേണം. അപ്പോൾ അതെല്ലാം നോക്കി വേണം നിങ്ങൾ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അണുനശീകരണം. ഇപ്പോൾ കൊറോണ കാലമാണ്. കൊറോണ കാലമായതുകൊണ്ട് അണുനശീകരണം എല്ലാം എല്ലാവരും നോക്കുന്നുണ്ട്. ചെല്ലുന്ന പാട് നമ്മൾ സാനിറ്റൈസർ ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ള അണുനശീകരണം കൃത്യമായിട്ട് ചെയ്യുന്ന ക്ലിനിക്കാണോ എന്ന് നോക്കണം. ഏറ്റവും കുറഞ്ഞ ക്ലിനിക്കിൽ പോയി കഴിഞ്ഞാൽ അവർക്കത് മുതലാവില്ല. ഓരോ പ്രാവശ്യവും പേഷ്യൻറ്റിനെ കാണുമ്പോഴും അണുനശീകരണം ചെയ്യുമ്പോഴത്തേക്കും ഒരു ചിലവ് അതിനകത്തുണ്ട്. അപ്പോൾ വളരെ ചെറിയ ക്ലിനിക്കുകളിലും പല അണുനശീകരണം നടത്തുന്ന വളരെ ചെറിയ ക്ലിനിക്കുകളുണ്ട്. പക്ഷേ അതങ്ങനെ ചെയ്യുന്നുവോ എന്ന് നിങ്ങളൊരു ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം നിങ്ങൾ ആ ക്ലിനിക്കിൽ പോകണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാംക്രമിക രോഗങ്ങൾ എന്ന് പറയുന്ന പോലെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടാവുന്ന രോഗങ്ങൾ, അല്ലെങ്കിൽ ഡെൻ്റൽ ക്ലിനിക്കുകളിൽ നിന്ന് കിട്ടാവുന്ന രോഗങ്ങൾ, ഹെപ്പറ്റൈറ്റിസ് ഡെൻ്റൽ ക്ലിനിക്കിൽ നിന്ന് കിട്ടാം, എയ്ഡ്സ് ഡെൻ്റൽ ക്ലിനിക്കിൽ നിന്ന് കിട്ടാം. അങ്ങനെയുള്ള പല രോഗങ്ങളും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ് ഡെൻ്റൽ ക്ലിനിക്ക്. അതുപോലെ തന്നെ ഈവൻ പല്ല് പറിക്കുമ്പോൾ പോലും പലപ്പോഴും അത് ഇൻഫെക്റ്റഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മുടെ സ്റ്റെറിലൈസേഷൻ കറക്റ്റായി. അപ്പോൾ സ്റ്റെറിലൈസേഷൻ നന്നായി ചെയ്യുന്ന ഒരു ക്ലിനിക്കിൽ തന്നെ നിങ്ങൾ പോകേണ്ടതാണ്. പിന്നെ എന്ത് ശ്രദ്ധിക്കണം? ഈ ഡെൻ്റൽ വേസ്റ്റ്. ഇന്ന് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും നമ്മുടെ പരിസ്ഥിതിയെക്കുറിച്ച് വളരെയധികം ശ്രദ്ധിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ പരിസ്ഥിതിയെക്കുറിച്ചുള്ള ഒരു ജ്ഞാനം കൂടി വരുന്ന, അവബോധം കൂടി വരുന്ന ഈ സമയത്ത് ഈ ഡെൻറ്റിസ്റ്റ് കൃത്യമായിട്ട് ഈ പരിസ്ഥിതിക്ക് ആഘാതം വരാത്ത രീതിയിൽ ഈ വേസ്റ്റുകളെല്ലാം, കാരണം നമ്മളുടെ പല്ലിൻ്റെ വേസ്റ്റും അതുപോലെ തന്നെ ഇതുപോലുള്ള വേസ്റ്റുകൾ കൃത്യമായിട്ട് ഇടുന്നു. അതിന് കൃത്യമായിട്ട് കേരളത്തിലൊരു പ്ലാനുണ്ട്, ഒരു പദ്ധതിയുണ്ട്. അതിൻ്റെ രീതിയിൽ അത് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് തിരക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഡെൻറ്റിസ്റ്റും അത് കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങും. അത് കൃത്യമായിട്ട് ആ രീതിയിലേക്ക് അത് നോക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡെൻറ്റിസ്റ്റും നിങ്ങളുമായിട്ടുള്ള ആ ബന്ധം എങ്ങനെയുണ്ടെന്ന്. വളരെ റൂഡായിട്ട് പെരുമാറുന്നവരാണെങ്കിൽ നിങ്ങൾ പോവില്ല. പക്ഷേ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എക്സ്പീരിയൻസ്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ട് നിങ്ങൾ പോകുമ്പോൾ ആ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അവരെ വളരെയധികം അവരെ ഹേർട്ട് ചെയ്യുകയോ അവരെ വളരെയധികം സന്തോഷിപ്പിക്കുകയോ ചെയ്യുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് പ്രത്യേകിച്ച് പോകുമ്പോൾ കുറച്ചുകൂടി വളരെ അടുപ്പത്തോടുകൂടി അവരോടുകൂടി സമയം ചെലവഴിക്കുന്ന, വലിയ തിരക്ക് പിടിച്ച് ഓടി നടക്കുന്ന ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി അവർക്ക് അതിൻ്റെ കുഞ്ഞുങ്ങളോട് കൂടി കുറച്ച് സമയം എന്തെങ്കിലും ഒരു വർത്തമാനം പറഞ്ഞ് കുറച്ച് സമയം എടുത്ത് അവരോട് സംസാരിക്കാൻ സാധിക്കില്ലെങ്കിൽ ദയവ് ചെയ്ത് അവിടെ കുഞ്ഞുങ്ങളെ കാണിക്കാതിരിക്കുക. കാരണം ആദ്യത്തെ എക്സ്പീരിയൻസ് വളരെ മോശമാണെങ്കിൽ കുട്ടികൾ പിന്നെ ഒരു ഡെൻറ്റിസ്റ്റിനെ കാണാൻ പോകാൻ മടിക്കും. അതുകൊണ്ട് കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും നിങ്ങൾ ഒരു ഡെൻറ്റിസ്റ്റിനെ പോകുമ്പോൾ കുറച്ച് സമയമുള്ള സമയത്ത് ധൃതി പിടിച്ച് ഡെൻറ്റിസ്റ്റിൻ്റെ അടുക്കെ ചെന്ന് ഡെൻറ്റിസ്റ്റിനോട് വഴക്കുണ്ടാക്കിയൊന്നും ഒരിക്കലും കുട്ടികളെ കാണിക്കാൻ നിർബന്ധിക്കരുത്. അതിന് പകരം ഡെൻറ്റിസ്റ്റിനെ വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് കുട്ടികളെ കൊണ്ട്, പ്രത്യേകിച്ച് ആദ്യത്തെ പ്രാവശ്യം പോകുമ്പോൾ കുട്ടികളെ കൊണ്ട് പോവുകയാണെങ്കിൽ കുട്ടികളോട് കൂടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അവരെ വളരെ റിലാക്സ് ചെയ്ത ഒരു അറ്റ്മോസ്ഫിയറിൽ കാണിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പിന്നീട് ഡെൻറ്റിസ്റ്റിനെ കാണാനും ദന്തരോഗത്തിന് വേണ്ടി ചികിത്സ എടുക്കാനും ഒക്കെ വളരെ എളുപ്പമുണ്ടാകും. പലപ്പോഴും അവരുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് വളരെ മോശമായതുകൊണ്ട് പലപ്പോഴും കുട്ടികൾ പിന്നെ ഒരു ഡെൻ്റൽ ക്ലിനിക്കിൽ പോയാൽ പോലും വേറൊരു ഡെൻറ്റിസ്റ്റിനെ കണ്ടാൽ പോലും കാണാത്ത ഒരു സ്ഥിതി വരും. അതുകൊണ്ട് പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിനകത്ത് വളരെ സൗമ്യമായി ഇടപെടുന്ന, സമയമെടുത്ത് അവരുമായിട്ട് കുശലമൊക്കെ പറഞ്ഞ് വളരെ സന്തോഷപൂർണ്ണമായി വളരെ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുക്കെ പോകുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്കൊരു ഫോളോ അപ്പ് റെജീം തരുന്ന ഒരു ഡെൻറ്റിസ്റ്റ് ഉണ്ടോ എന്ന് നോക്കണം. കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു ഡെൻറ്റിസ്റ്റ് ഉണ്ടോ എന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അത് എങ്ങനെയാണ് ഒരു പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് പോകുമ്പോൾ ബാക്കിയുള്ള പല്ലുകളും കൂടെ നോക്കി ആ പല്ലുകൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് കണ്ടുപിടിച്ച് ആ പ്രോബ്ലംസിനെ പറ്റിയും കൂടെ നിങ്ങൾക്ക് സംസാരിച്ച് ഇനി എങ്ങനെ ഇതിനെ പിന്നീട് അത് മുമ്പോട്ട് കൊണ്ടുപോകണം, എങ്ങനെ ആ പല്ലിന്
കേട് വരാതെ സൂക്ഷിക്കണം, അങ്ങനെയെല്ലാം പറഞ്ഞു തരുന്ന ഒരു ഡെൻറ്റിസ്റ്റ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഐഡിയൽ പേഴ്സൺ ടു ഗോ ടു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അടുത്തുള്ള ഡെൻറ്റിസ്റ്റിനെ കാണാൻ പോകുമ്പോൾ ഇങ്ങനെയെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് ആ പേഷ്യൻറ്റും ഡോക്ടറുമായിട്ടുള്ള ബന്ധം എങ്ങനെയുണ്ട്, അവരത് പറഞ്ഞു തരുന്നതെല്ലാം ക്ലിയർ ആണോ, അതുപോലെ തന്നെ ഇതുപോലെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന് പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഓരോ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, മറ്റ് ട്രീറ്റ്മെൻറ്റുകൾ എന്താണ്, ഇതെല്ലാം പറഞ്ഞു തരുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളൊരു ഡെൻറ്റിസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം, നിങ്ങളുടെ പല്ലുകളെ പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം, ഇനി എങ്ങനെ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും, അതിനുള്ള മറ്റ് ട്രീറ്റ്മെൻറ്റുകൾ എന്തെല്ലാം, ഇതെല്ലാം പറഞ്ഞു തരുന്ന ഡെൻറ്റിസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും അധികം. അപ്പോൾ ദന്താശുപത്രി തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പേരും വലിപ്പവും ഒന്നും കണ്ട് നിങ്ങൾ ദന്താശുപത്രി ചികിത്സിക്കുക നോക്കാതെ അതിനകത്തിരിക്കുന്ന ഡെൻറ്റിസ്റ്റ് അതുപോലെ അവർ ചെയ്യുന്നത് വലിപ്പം കൂടുന്തോറും അത് കറക്റ്റായിട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അത് ഒരു കാര്യമായിരിക്കും. പക്ഷേ അതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് നല്ല ചികിത്സ കിട്ടുന്നു, ആ ഡോക്ടർ കൃത്യമായി സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നു, ആ ഡോക്ടർ കറക്റ്റായിട്ട് പരിസ്ഥിതിക്ക് ആഘാതമില്ലാതെ പോലെ അതിനെല്ലാം ട്രീറ്റ് ചെയ്യുന്നു, ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും, അതുമാത്രമല്ല മറ്റുള്ള ഡെൻറ്റിസ്റ്റും ആ മാതൃക പിന്തുടരാനും എല്ലാം സഹായിക്കും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡെൻറ്റിസ്റ്റ് എടുക്കുക പോവുക. കാരണം പല ഡെൻറ്റിസ്റ്റിൻ്റെ എടുക്കുകയും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് ഭീമമായ തുക വന്നേക്കാം. തുക വരുമ്പോഴും അതിന് EMI ഉണ്ടോ, അതിന് എന്തെല്ലാം രീതിയിൽ അവിടെ അടയ്ക്കാനുള്ള സൗകര്യമുണ്ട്, അതിന് തവണകളായിട്ട് അടയ്ക്കാനുള്ള വ്യവസ്ഥയുണ്ടോ, അതോ ഇനി ചില ക്ലിനിക്കുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് ചില ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ പല റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ എത്ര രൂപയാണെന്ന് ചോദിക്കുമ്പോൾ ആ റൂട്ട് കനാലിൻ്റെ മാത്രം ചികിത്സയുള്ളൂ, അതിൻ്റെ മുകളിൽ അതിൻ്റെ ഫില്ലിങ്ങിന് വേറെ ചികിത്സ വരും, അതിന് പോസ്റ്റർ ഇടണമെങ്കിൽ വേറെ ചികിത്സയുണ്ട്, അതിൻ്റെ മുകളിൽ ക്രൗൺ ചെയ്യണമെങ്കിൽ വേറെ ചികിത്സ, ഇതെല്ലാം പറഞ്ഞു തരുന്ന ഒരു ക്ലിനിക്കിൽ വേണം പോകാൻ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ സമയവും സാവകാശമുള്ള ക്ലിനിക്കിൽ തന്നെ പോകണം. കാരണം അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കും അതുകൊണ്ട് തീർന്നു എന്ന് വിചാരിക്കും, പക്ഷേ പല്ല് പൊട്ടിപ്പോകാനും ആ ട്രീറ്റ്മെൻറ്റ് പൂർണ്ണമായി തീരാനും സാധ്യതയില്ല. പല്ല് കമ്പിയിടുമ്പോഴും അതുപോലെ തന്നെ ഓരോ പ്രാവശ്യം ചെക്കപ്പിന് ചെല്ലുമ്പോൾ വേറെ എക്സ്ട്രാ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ ചാർജ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് പാക്കേജ് ഉള്ള ക്ലിനിക്കുകളിൽ പോകുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നന്നായിരിക്കുന്നത്. പാക്കേജിൽ എന്തെല്ലാം ഉൾപ്പെടുന്നുവെന്ന് കൃത്യമായിട്ട് ചോദിച്ചിട്ട് വേണം ചികിത്സ തുടങ്ങാൻ. അല്ലെങ്കിൽ നിങ്ങളുടെ ഡെൻറ്റിസ്റ്റുമായിട്ടുള്ള ബന്ധം വഷളായ ഏറ്റവും കൂടുതൽ കുഴപ്പം നിങ്ങളുടെ പല്ലിനുമാണ്. അതുകൊണ്ട് ഇതിനെല്ലാം രോഗ്യ ചികിത്സയ്ക്ക് വേണ്ടി നിങ്ങളൊരു ഡെൻറ്റിസ്റ്റിനെ കാണാൻ പോകുമ്പോൾ ആ ദന്ത ആശുപത്രി തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ചോദിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അടുത്തുള്ളവരോടെല്ലാം ചോദിക്കുക എങ്ങനെയുണ്ട് ഇദ്ദേഹം എന്നും ചോദിക്കുക. അല്ലെങ്കിൽ അവിടെ പോയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ ഒരു പേഷ്യൻറ്റിനോട് എങ്കിലും ചോദിച്ചിട്ട് അവരോട് ഒരു അഭിപ്രായം കേട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇൻ്റർനെറ്റ് കാലമാണ്, ഗൂഗിൾ റിവ്യൂ അല്ലെങ്കിൽ ഫേസ്ബുക്ക് റിവ്യൂ എല്ലാം നോക്കി അവരെന്താണ് പറയുന്നത്, അതിൻ്റെ ന്യൂനതകൾ, എല്ലാ ക്ലിനിക്കിനും അതിൻ്റേതായ ന്യൂനതകളുണ്ടാവാം, അതിൻ്റേതായ ഗുണങ്ങളുണ്ടാവും. അതെല്ലാം നോക്കി നിങ്ങളുടെ ചികിത്സയ്ക്ക് ഉതകുന്ന ക്ലിനിക്കാണോ അതെന്ന് തപ്പിയതിന് ശേഷം മാത്രം നിങ്ങൾ ചെല്ലുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും വളരെ നിരാശകരമാകും. പക്ഷേ പ്രത്യാശകരമായ നല്ല ഡെൻറ്റിസ്റ്റുമാർ വളരെയധികം നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ട്. അതുകൊണ്ട് നല്ല ഡെൻറ്റിസ്റ്റിനെ നിങ്ങൾ കണ്ടുപിടിക്കുവാൻ ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ല പുഞ്ചിരിയും നല്ല ആരോഗ്യം നേർന്നുകൊണ്ട് ഡോക്ടർ തോമസ് നെച്ചുപ്പാടം. Wikidonus.com